ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ കേരളം എന്ന് പറയുന്ന മേള നമ്മുടെ തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ നടക്കുകയാണ്. 2025 മെയ് 17 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിലാണ് എൻ്റെ കേരളം എന്ന് പറയുന്ന ഈ ഒരു വലിയ മേള നമ്മുടെ കനകക്കുന്നിൽ നടക്കുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു മേള നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുന്നത്. മേളയിൽ പ്രധാനമായിട്ട് എടുത്തു പറയാൻ പറ്റുന്നത് ഒത്തിരി സ്റ്റാളുകളുണ്ട്. സ്റ്റാളുകളുടെ കാര്യം പറയാം. അതിന് മുന്നേ ആയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള കുറെ ആക്ടിവിറ്റീസ് നമുക്ക് ഈ മേളയിൽ കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മേള തന്നെയാണ്. 17-ാം തീയതി തുടങ്ങി ഇന്ന് 19 ആയിട്ടുണ്ട്. വീഡിയോ ഇടാനും കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. ഇനി 23-ാം തീയതി വരെയാണ് മേള ഉണ്ടാവുക. പ്രവേശനത്തിനായിട്ട് പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ എല്ലാ ദിവസവും സ്റ്റേജ് പ്രോഗ്രാംസ്. സ്റ്റാളുകളുടെ കാര്യം ഓരോ സെക്ഷൻ ആയിട്ടാണ് സ്റ്റാളുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് പോലീസിന്, അതുപോലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, കാർഷിക മേഖലയ്ക്ക്, അങ്ങനെ തുടങ്ങി ഓരോ സെക്ഷനായിട്ട് ഓരോ സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുമായിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് അവരോട് തന്നെ ചോദിച്ച് അത് ക്ലിയർ ചെയ്യാനുള്ള അവസരവുമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ജയിലിന്റെ ഒരു മാതൃകയും അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ ജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഉള്ള ഒരു സ്റ്റാൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇതുപോലെ ചെറിയൊരു സ്റ്റേജും കണ്ടു. അവിടെ ഒരു ഒൺമാൻ ഷോ, മതിലുകൾ എന്ന് പറയുന്ന സിനിമയുടെ ശബ്ദരേഖ ബന്ധമായിട്ടൊരു ഒൺമാൻ ഷോ കാണുന്നുണ്ടായിരുന്നു. അതുപോലെ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോ സ്റ്റാളുകളും കണ്ട് അങ്ങ് പോവാണ്. ഒത്തിരി സ്റ്റാളുകളുണ്ട്. നമ്മൾ സാധാരണ കനകക്കുന്ന് മേളകളിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് കാണാൻ കഴിയും. അതും ഇതുപോലെ തന്നെ ഓരോ പ്രത്യേക വിഭാഗത്തിൻ്റെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വളരെ രുചിയേറിയ ഫുഡ് കോർട്ടുകളും ഇവിടെ ഒരുക്കമാണ്. അതായത് വരുന്ന ആൾക്കാർക്ക് മേളയൊക്കെ കണ്ട് തളർന്നു വരുമ്പോഴത്തേക്ക് ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടുകളും സജീവമാണ്. മേളയിലെ എല്ലാവർക്കും ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് നോക്കുന്നത് പോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ ഒരു പ്രത്യേക ഒരു ഭാഗത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വളരെ അടിപൊളിയായിട്ട്, അതായത് ആൾക്കാർക്ക് എല്ലാം എൻജോയ് ചെയ്ത് മനസ്സിലാക്കാൻ കണക്കിന് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു മരമില്ല കനകക്കുന്ന്, ആ മരത്തിന് ചുറ്റുമായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ ആൾക്കാരും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ആദ്യമേ പറഞ്ഞത്, കണ്ടും കേട്ടും അറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മേള തന്നെയാണ്. അതുപോലെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കണക്കിനുള്ള ഒരു മേള ആയിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. വൈകുന്നേര സമയങ്ങളിൽ സംഗീത സാന്ദ്രമാക്കാൻ വേണ്ടിയിട്ട് നിശാഗന്ധിയിൽ വളരെ അടിപൊളി പ്രോഗ്രാമും നടക്കുന്നുണ്ട്. 1-ാം ദിവസം ഇഷാൻ ദേവിന്റെ നേതൃത്വത്തിലുള്ള മ്യൂസിക്കൽ നൈറ്റ്, 2-ാം ദിവസം ഡാൻസ് മെഗാ ഷോ. അന്ന് തന്നെ രവിശങ്കർ, ശ്രീറാം, സാംസൺ ആൻഡ് ടീം നയിക്കുന്ന പ്രോഗ്രാം. 3-ാം ദിവസം അനന്യം നൃത്തശില്പം, അതുപോലെ പ്രസീത ചാലക്കുടി നയിക്കുന്ന നാടൻപാട്ട്. 4-ാം ദിവസം ശൈലജ പി അമ്പു അവതരിപ്പിക്കുന്ന കലാപരിപാടി. അതുപോലെ 7 മണി മുതൽ 10 മണി വരെ അതുൽ നറുകര അവതരിപ്പിക്കുന്ന ഫോക്ക് ഗ്രാഫർ ഷോ. 5-ാം ദിവസം ശ്രീലക്ഷ്മി തൃശൂർ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ പ്രോഗ്രാം. അതുപോലെ 8 മണി മുതൽ 10 മണി വരെ ജീവൻ ശ്രുതിലയ സന്ധ്യ. 6-ാം ദിവസം, അതായത് ലാസ്റ്റ് ദിവസം ഉണർവ് കലാസന്ധ്യ. അത് 4:30 മുതൽ 6:30 വരെയാണ്. രാത്രി 7 മണി മുതൽ 10 മണി വരെ കൈരളി മെഗാ ഇവന്റ് എന്നുള്ള പ്രോഗ്രാം നടക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ യാത്രാ ചാനൽ ട്രാവൽ ഡയറി, ആ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ.